വിധവയ്ക്ക് ഒരു നാണയമുണ്ട്, ഒരു ചെമ്പ് നാണയമുണ്ട്. അതവിടെ പള്ളി വന്നു, അതിട്ടേച്ച് പോയാൽ വേണമെങ്കിൽ ഇട്ടാൽ പോയാലും കുഴപ്പമൊന്നുമില്ല. അതിട്ടേച്ച് പോയാൽ പറയാതെ പള്ളി വന്നു നേർച്ചയിടാൻ, അന്നൊക്കെ പതിവന്ന് കൂട്ടിക്കോ, നേർച്ചയിടാനൊന്നുമില്ലായിരുന്നു, ഉള്ളത് അങ്ങ് ഇട്ടേച്ച് പോയി അല്ലേ. ഒന്ന്. പക്ഷേ രണ്ടുണ്ടായിട്ടും ആരെങ്കിലും എന്നേലും പറയും, രണ്ടുണ്ടായിട്ട് ഒന്ന് ഇട്ടിട്ട് ഒന്ന് കൈ പിടിച്ചുകൊണ്ട് ഉപജീവനത്തിനുള്ള ഏക മാർഗമാണെന്നാണല്ലോ ഈശോ പറയുന്നത്. ഒന്ന് കൈ പിടിച്ചുകൊണ്ട് പോയാൽ ആരെങ്കിലും എന്തേലും പറയൂ? ഇല്ല. എന്നിട്ടും രണ്ടു വിട്ടത് കണ്ടോ? അപ്പോൾ അതെന്നെ ഇടിയില്ലാന്ന് ഓർത്ത് നോക്കിയേ. അതിനകത്ത് വലിയതുണ്ട്, സമർപ്പണത്തിൻ്റെ വലിയ എന്തോ. ഇനിയും കുറേ ധ്യാനങ്ങൾ അതിനകത്ത് കിടപ്പ് കാണുമേ. രണ്ടുണ്ടായിട്ടും ഒന്ന് നമ്മൾ കൈ പിടിച്ചുകൊണ്ട് പോയി ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ആ രണ്ടുകൂടെ ഇടുക എന്നുള്ളതിൻ്റെ ആ ഒരു സ്നേഹമേ, അങ്ങനെയൊക്കെ ഈശോ നോക്കുന്നുണ്ട്. ഇത് കണ്ടുപിടിച്ചിട്ടല്ലേ ഈശോയ്ക്ക് ഇതെല്ലാം അറിയുക. കാരണം ഈശോ തന്നെയാണല്ലോ ഇത് പറയുന്നത്. വിധവ എന്ന് പറഞ്ഞല്ലേ ഇത്, ഞാൻ വിധവയാണ്, എനിക്ക് ഉപജീവനത്തിന് വേറെ മാർഗം ഒന്നുമില്ലെന്ന് വിധവയല്ലല്ലോ പറഞ്ഞ്, ഈശോയെ അറിഞ്ഞ്. ഈശോ ഇതെല്ലാം അറിയുന്നുണ്ടോ? ഓരോന്ന് 2 വർഷം നോഷിച്ചല്ലേ, നല്ല കാലത്തിലാണ് നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റും. അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഈശോ ഇങ്ങനെ പരിശീലിപ്പിക്കുന്നേ, അതായത് ഈ നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ ഇപ്പം അതുവരെയും കുഴപ്പമില്ല, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ മാവദീസായിൽ വായിക്കുന്ന ലേഖനഭാഗം റോമാലേഖനമല്ലേ, 6-ാം അധ്യായം ആ വാക്യങ്ങളാണ്. അപ്പം അതിനകത്താണ് പറയുന്നത്, ഈശോയുടെ മരണത്തോടും ഈശോ ജീവിച്ചതിനോടും ഐക്യപ്പെടാൻ വേണ്ടി പറയുന്നത്. അവൻ മരിച്ചു, ഈശോ കുരിശിൽ മരിക്കുന്ന ഒരു ക്ലിനിക്കൽ ഡെത്ത് അല്ല കേട്ടോ. ക്ലിനിക്കൽ അറിയാമല്ലോ, വാക്കറിയാമല്ലോ. കാരണം ആ മരണമല്ല മരിക്കുന്നത്. ഈശോ കുരിശിൽ മരിക്കുന്നത് വചനം ഇങ്ങനെ പറയുന്നത്, അവൻ മരിച്ചു, പാവത്തെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നേക്കും മരിച്ചു, അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി അവൻ എന്നേക്കും ജീവിക്കുന്നെന്ന്. അപ്പം ആ മരണത്തോട് ഐക്യപ്പെടാൻ വേണ്ടിയാണ് നമ്മളെ ബാപ്റ്റിസം ചെയ്യുന്നത്. എന്നിട്ട് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളും ഈ മരണത്തോട്, അതായത് പാപത്തോട് എന്നേക്കും മരിക്കുകയും ദൈവത്തിന് വേണ്ടി എന്നേക്കും ജീവിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തിലിട്ടിട്ട് നമ്മൾ പൊതുവേ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുള്ള ഒരു ജീവിതമാണ് പൊതുവേ പോയിക്കൊണ്ടിരിക്കുന്നേ. ഒരു കുമ്പസാരത്തെ ഒരു ലൈസൻസൊക്കെ ആയിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് വന്നാലേ നമ്മൾ ശരിക്കും ഒരു ആധ്യാത്മിക അടിസ്ഥാനത്തിൽ അടുത്ത സ്റ്റെപ്പ് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വെക്കുന്ന എല്ലാം പൂഴിമേല വീട് പണിയുന്നത്. നമ്മൾ ആരെങ്കിലും വിവേകമുള്ളൊരു നല്ലൊരു വീട് പണിയാനായിട്ട് ഭൂമിയിലെ വീട് പണിയാൻ ചിന്തിക്കുമ്പോഴും നല്ല ഉറപ്പില്ലാത്തൊരു ഫൗണ്ടേഷൻ വെക്കാൻ തുടങ്ങുമോ? ഇല്ല. നമ്മൾ ആധ്യാത്മികതയെ മാത്രമാണ് നമ്മൾ ഈ കളിപ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ പൂഴിമേ വീട് വെക്കും. ഈശോ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും കാറ്റ് വരും, കാറ്റും മഴയും വരും, അന്നേരം അത് പോവുകയും ചെയ്യും. അത് നമ്മൾ അന്നേരം ഓർത്തണം. അത്ര ഉറപ്പിലെ ഈ നമ്മളെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഏതൊരു വീട് വെക്കുമ്പോഴും അടിസ്ഥാനപരമായിട്ട് ഈശോ മലയ പ്രസംഗത്തിൽ അതാണല്ലോ അവസാനം പറഞ്ഞു വെച്ചേ, ഫൗണ്ടേഷൻ ആദ്യം തുടങ്ങണമെങ്കിൽ ഈ പാവത്തോടുള്ള ഒരു മരണം നടക്കണം.